ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ജൂലൈ 15. നമുക്ക് ഇന്ന് വരെ വന്നിരിക്കുന്ന റിസൾട്ടുകളിൽ നല്ല റിസൾട്ട് വന്നിരിക്കുന്ന കമ്പനികളൊന്ന് നോക്കാം. ഒന്ന്, നമ്മുടെ ഫെഡറൽ ബാങ്കിന്റെ ഫിനാൻഷ്യൽ സർവീസ് ഫെഡ് ഫിനാൻസ്. അതിന്റെ പി റേഷ്യോ 16 അതിന്റെ മാർക്കറ്റ് ക്യാപ്പ് 6138 മാർക്കറ്റ് ക്യാപ്പ്. ഇന്ന് ഒരു 5% സ്റ്റോക്ക് പ്ലസിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്, കാരണം മാർക്കറ്റ് ടൈമിൽ തന്നെ ഓൾമോസ്റ്റ് റിസൾട്ട് വന്നിരുന്നു. ഓക്കെ, പിന്നെ അതിന്റെ നമുക്കൊരു ഫണ്ടമെന്റൽ ജസ്റ്റ് നോക്കുവാണെങ്കിൽ 9.6 9.79 9.51 5 വർഷത്തെ ആവറേജ് ആണ്. ROC 9.79 9.0. ROCയിൽ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ROE നേരെ ഓപ്പോസിറ്റ് ആണ്. 12.06 ആയിരുന്നു 5 വർഷത്തെ, 11.71 3 വർഷത്തെ. ലേറ്റസ്റ്റ് വന്നപ്പം അത് ഏറ്റവും ബെറ്റർ ആയിട്ട് വന്നിട്ടുണ്ട്. റിട്ടേൺ ഓൺ ഇക്വിറ്റി. ഓക്കെ, ഇനി പി റേഷ്യോ 16 ഇന്ന് 22 ഇൻഡസ്ട്രി പി ആണ്, അത് 16. അപ്പം അണ്ടർ വാല്യൂ ആണ്. ഇൻട്രൻസിക് വാല്യൂ 203, മാർക്കറ്റ് റേറ്റ് 163. ആ രീതി നോക്കിയാൽ അണ്ടർ വാല്യൂ ആണ്. ബുക്ക് വാല്യൂ 78 68 നിന്നാണ് കഴിഞ്ഞ വർഷം 10 രൂപ കൂടെ കൂടി ബുക്ക് വാല്യൂ 78 ആയത്. അപ്പം ബെറ്റർ പെർഫോമൻസ് കമ്പനിയിൽ നടക്കുന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ടോപ്പ് ലൈൻ ഗ്രോത്ത് 517 670 കോടിയായി, 616 670 കോടിയായി. ടോപ്പ് ലൈൻ ഗ്രോത്ത് നമുക്ക് ക്വാർട്ടർ ഓൺ ക്വാർട്ടറും ഇയർ ഓൺ ഇയറും രണ്ട് രീതിയിലും നമുക്ക് വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്പെൻസ് 187 കോടി 230 കോടി. ഓക്കെ, ഇനി റവന്യൂവിൽ നമുക്ക് നോക്കുവാണെങ്കിൽ 29% ഗ്രോത്ത് ആണ് സെയിൽസിൽ, ഇയർ ഓൺ ഇയർ സെയിൽസ് ഗ്രോത്ത് കൂടിയിരിക്കുന്നത്. ഇനി എക്സ്പെൻസ് നോക്കുവാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ എംപ്ലോയി കോസ്റ്റ് ഒക്കെ മാനേജ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 3-4 ക്വാർട്ടറിൽ ഏറ്റവും ബെറ്റർ എംപ്ലോയി എക്സ്പെൻസ് ഒക്കെയാണ്, എംപ്ലോയി കോസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഫിനാൻസിങ് പ്രോഫിറ്റ് നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ 112 കോടിയിൽ നിന്ന് 167 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. 149 കോടിയിൽ നിന്ന് 167 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. OPM മാർജിൻ 22 നിന്ന് 24 പിന്നെ 25 ആയിട്ടും കൂടിയിട്ടുണ്ട്. അപ്പൊ എല്ലാ രീതിയിലും നോക്കിക്കഴിഞ്ഞാൽ ബെറ്റർ ആയിട്ടൊരു പെർഫോമൻസ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, NBA ഒക്കെ അപ്ഡേറ്റ് ആയി വരുന്നേ ഉള്ളൂ. എന്തായാലും NBA ഒക്കെ വളരെ ബെറ്റർ ആയിട്ട് തന്നെയായിരിക്കും ഇവരുടെ നിൽക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ ഒരു 13% കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് ഉണ്ട്, 67% പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ട്. ഓക്കെ, ഫെഡറൽ ബാങ്ക് പോലെ ഒരു വലിയ ബാങ്കിന്റെ ഏതാണ് ഒരു പിൻബലം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നല്ല പെർഫോമൻസ് നമുക്ക് എപ്പോഴും എക്സ്പെക്ട് ചെയ്യാം. ഇക്വിറ്റി ക്യാപ്പിൽ ചെറിയൊരു ഡയലൂഷൻ, അത് മാത്രമേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. റിസർവ് 2552 കോടി ആണ് റിസർവ്. ബോറോവിങ്സ് കൂടിയിട്ടുണ്ട്, നല്ലതാണ്. ബാങ്ക് ഫിനാൻസ് കമ്പനിയാണ്, അപ്പൊ ബോറോവിങ്സ് കൂടണം. ഓക്കെ, പിന്നെ ക്യാഷ് ഫ്ലോ സ്വാഭാവികമാണ്. ഫിനാൻസ് കമ്പനികൾക്ക് മൈനസ് ആണ്, അതുപോലെ തന്നെ ഇവർക്കും മൈനസ് ആണ്. ഓക്കെ, പിന്നെ നമുക്ക് ഷെയർ ഹോൾഡിംഗ് പാറ്റേണായിട്ട് നോക്കുന്നതിലേക്കും പബ്ലിക്കിന്റെ കയ്യിലെ ഷെയർ ഹോൾഡിംഗ് കുറവാണ് ചെയ്തിരിക്കുന്നത്. മ്യൂച്വൽ ഫണ്ടുകാർ കൂട്ടിയിട്ടുണ്ട്. FI ശക്കലം ഒന്ന് കുറച്ചിട്ടുണ്ട്. പ്രൊമോട്ടർ വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നു. എന്തായാലും ഓൾ ഓവർ എല്ലാം ബെറ്റർ ആയിട്ടുള്ള ഒരു സംഭവമാണ് നടക്കുന്നത്. പിന്നെ ഏപ്രിൽ വന്നിരിക്കുന്ന ക്രെഡിറ്റ് റേറ്റിംഗ് ഉണ്ട്. റേറ്റിംഗ് എല്ലാം റീഅഫേംഡ് ആണ്. ഓക്കെ, ആ കാര്യങ്ങളെല്ലാം വളരെ ഔട്ട്ലുക്ക് സ്റ്റേബിൾ ആണ്. ഓക്കെ, ബാക്കി കാര്യങ്ങളെല്ലാം വളരെ സിവിൽ ക്രെഡിറ്റ് സ്കോറിലൊക്കെ ആണെങ്കിൽ വളരെ ബെറ്റർ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, നല്ല റിസൾട്ട് തന്നിട്ടുണ്ട്. യൂണിയൻ ബാങ്ക് ആണ്. യൂണിയൻ ബാങ്ക് 1,34,680 കോടി രൂപ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്. 6.38 ആണ് സ്റ്റോക്കിന്റെ പി റേഷ്യോ. ഇന്ന് 1% പ്ലസിലാണ്, 172 മാർക്കറ്റ് റേറ്റ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മാർക്കറ്റ് ക്യാപ്പുള്ള രണ്ടാമത്തെ ബാങ്കാണ്. ഓക്കെ, ROCയിൽ ഈ പറഞ്ഞ പോലെ ചെറിയൊരു പ്രശ്നമുണ്ട്. 5.78 ആയിരുന്നു, 6.48, അവിടുന്ന് 6.30 ഓക്കെ, റിട്ടേൺ ഓൺ ഇക്വിറ്റിയിലും ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ട്. 14.13, 16.13, അവിടുന്ന് ലേറ്റസ്റ്റ് 15.70. പി റേഷ്യോ മറ്റേ ഇൻഡസ്ട്രി പിനെ കഴിഞ്ഞ് താഴെയാണ്. കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തൊട്ട് മുമ്പിലുള്ള സ്റ്റേറ്റ് ബാങ്കിനേക്കാളും പി റേഷ്യോ വളരെ താഴെയായിട്ട് നിൽക്കുന്നതാണ്. പെഗ് റേഷ്യോ വളരെ വളരെ ഫേവർ ആയിട്ട് നിൽക്കുന്ന ഒരു പെഗ് റേഷ്യോ ആണ്. ഓക്കെ, പിന്നെ ഇൻട്രൻസിക് വാല്യൂ 214 കോടിയാണ്, 172 മാർക്കറ്റ് റേറ്റ്, 182 കോടിയാണ് ബുക്ക് വാല്യൂ. അങ്ങനെ നോക്കുമ്പോഴും അണ്ടർ വാല്യൂ ആണ്. പി റേഷ്യോ നോക്കുമ്പോൾ, ഇൻട്രൻസിക് വാല്യൂ നോക്കുമ്പോൾ, ബുക്ക് വാല്യൂ നോക്കുമ്പോൾ 3 രീതിയിലും അണ്ടർ വാല്യൂ സ്റ്റോക്കാണ്. ഒരു ക്വാളിറ്റി ബിസിനസ്സിലാണ് കൂടുതൽ. കഴിഞ്ഞ ഈ ഏണിംഗ്സ് കോളിൽ കേട്ടിട്ടില്ല. ഇതിനു മുമ്പുള്ള ഏണിംഗ്സ് കോളിൽ അവർ അതായത് വലിയ ഡിപ്പോസിറ്റ്, വലിയ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരുന്ന ബൾക്ക് ഡിപ്പോസിറ്റുകളെല്ലാം ഒഴിവാക്കി അതിന് പകരം അവര് കാസ കൂട്ടാനായിട്ട്, ഓക്കെ, പിന്നെ മറ്റേ ചെറുകിട അക്കൗണ്ടുകളുടെ കൂട്ടാനായിട്ട്, അങ്ങനെയൊക്കെയാണ് കറണ്ട് അക്കൗണ്ടുകളുടെ എണ്ണം കൂട്ടാനായിട്ട് അങ്ങനെയൊക്കെയാണ് അവർ ശ്രമിക്കുന്നത്. ആ രീതിയിലൊക്കെ നോക്കും. കഴിഞ്ഞ ഫോൺ കോൾ വരെ വളരെ നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്തും ഗൈഡൻസ് ഒക്കെയാണ് അവർ കൊടുക്കുന്നത്. എനിവേ, നമ്മുടെ ടോപ്പ് ലൈൻ ഗ്രോത്ത് 27,099 കോടി രൂപ ടോട്ടൽ സെയിൽസ് റവന്യൂ നിന്ന് 27,427 രൂപ. ടോപ്പ് ലൈനിൽ വലിയൊരു ഗ്രോത്ത് ഒന്നും പറയാനില്ല. എന്നാൽ 400 കോടി രൂപ ആയിരുന്നു കഴിഞ്ഞ ജൂണിലെ അവരുടെ നെറ്റ് പ്രോഫിറ്റ് എങ്കിൽ 1,834 കോടി രൂപയാണ് ഈ തവണത്തെ നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു 4 ഇരട്ടി 5 ഇരട്ടിക്ക് അടുത്താണ് നമ്മുടെ ഒരു വർഷം കൊണ്ട് വന്നിരിക്കുന്ന ഗ്രോത്ത്.
ഓക്കെ, ഇയർ ഓൺ ഇയറും ക്വാർട്ടർ ഓൺ ക്വാർട്ടറും ബെറ്റർ ആണ്. അവരുടെ എനിക്ക് തോന്നുന്നു ഹിസ്റ്ററിയിലെ ക്വാർട്ടർലി റിസൾട്ടുകളിലെ ജൂൺ 2023 മുതലുള്ള ഹിസ്റ്ററിയിലെ ഏറ്റവും ടോപ്പ് OPM ഗ്രോത്ത് വന്നിട്ടുണ്ട്. വെരി ഗുഡ് ആക്ച്വലി. ഓക്കെ, പിന്നെ നമ്മുടെ ഇതെങ്ങനെയാണ് ഇത്രയും ഇത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അവർ എവിടെയാണ് മാനേജ് ചെയ്തിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ എക്സ്പെൻസിലാണ്. എക്സ്പെൻസിലൊക്കെ നല്ല രീതിയിൽ അവർ മാനേജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് NB ഒന്നും അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടില്ല. നെറ്റ് പ്രോഫിറ്റ് 4,428 കോടി രൂപയിൽ നിന്ന് 5,642 കോടിയായിട്ട് നെറ്റ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ആഫ്റ്റർ ടാക്സ് 5.80 EPS 7.39 വന്നിട്ടുണ്ട്. കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് -1% ആണ്. 10% പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. ഓക്കെ, ഇക്വിറ്റി ക്യാപിറ്റൽ ഡൈലൂഷൻ ഒന്നും വന്നിട്ടില്ല. റിസർവ് നല്ല റിസർവ് ഉണ്ട്. ബോറോവിങ്സ് സ്വാഭാവികം. ഓക്കെ, 64 കോടി രൂപയാണ് ക്യാപിക്സ് ഇറക്കുന്നത്. പിന്നെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ നോക്കുമ്പം പ്രൊമോട്ടർ ഷെയർ ഹോൾഡിംഗ്, പ്രൊമോട്ടർ അറിയാലോ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, അത് മാറ്റമൊന്നുമില്ല. പക്ഷേ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിൽ നിന്നൊക്കെ കൂടുതലും സെല്ലേഴ്സ് ആയിരുന്നെങ്കിൽ ഇവിടെ നല്ല രീതിയിലുള്ള ബൈങ് ആണ് കാണുന്നത്. ഓക്കെ, കഴിഞ്ഞ ജൂണിൽ 7.70 ആയിരുന്നു, ഇപ്പോൾ 9.37 ആണ്. നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ട്. മ്യൂച്വൽ ഫണ്ടുകാർ സ്റ്റേബിൾ ആയിട്ട് നിർത്തുന്നു. ഇത് പോയിരിക്കുന്ന മുഴുവൻ പബ്ലിക്കിന്റെ കയ്യിൽ നിന്നാണ്. അപ്പോൾ പബ്ലിക്കിന്റെ കയ്യിൽ വളരെ കുറച്ച് ഷെയർ ഹോൾഡിംഗ് മാത്രമേ ഉള്ളൂ. FIIസിന് അത്രയും കോൺഫിഡൻസ് ഉള്ള സ്റ്റോക്കാണ്. മെയിൻ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ LIC ആണ് ഏറ്റവും കൂടുതലായിട്ട് ഉള്ള. അല്ല, ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന HDFC ട്രസ്റ്റ് ആണ്. അവരുടെ ഫണ്ടുകൾ കൂടുതലുണ്ട്. HDFC മ്യൂച്വൽ ഫണ്ട്, HDFC ആർബിട്രേജ് ഫണ്ട് ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് യൂണിയൻ ബാങ്കിനൊന്നും പിന്നെ ക്രെഡിറ്റ് റേറ്റിംഗ് നോക്കേണ്ട ആവശ്യമില്ല. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. റീഅഫേംഡ് ആണ്. ഓക്കെ, എല്ലാം കൊണ്ടും വളരെ ബെനിഫിറ്റ് ആണ്. അടുത്തത് SSWL ആണ്. 4,128 കോടി രൂപയാണ് മാർക്കറ്റ് ക്യാപ്പ്. 18.5 ആണ് ഈ കമ്പനിയുടെ സ്റ്റോക്ക് PE. ഇവരുടെ ഫണ്ടമെന്റൽ നമ്മൾ നോക്കുമ്പം ROCയും ROEയും അത്ര ബെറ്റർ ആയിട്ട് കാണുന്നില്ല. ഓക്കെ, പക്ഷെ ഇൻഡസ്ട്രി PE കഴിഞ്ഞും താഴെയാണ് PE റേഷ്യോ നിൽക്കുന്നത്. PEG റേഷ്യോ ഒക്കെ 13 എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. ഇൻഡസ് കവറേജ് റേഷ്യോ 3.38, അത് മോശമാണ്. അണ്ടർ വാല്യൂ എന്നൊന്നും പറയാനില്ല. ഓക്കെ, പക്ഷെ റിസൾട്ട് ഒരു കുഴപ്പമില്ലാത്ത റിസൾട്ട് കൊടുത്തിട്ടുണ്ട്. 122 കോടി രൂപയായിരുന്നു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. 162 കോടിയായിട്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. 10 എന്നുള്ള OPM മാർജിൻ 11 ക്വാർട്ടർ ഓൺ ക്വാർട്ടർ 149, 162 10 എന്നുള്ളത് 11 OPM മാർജിൻ. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് നമ്മൾ നോക്കുമ്പോൾ 50 72, 64 ക്വാർട്ടർ ഓൺ ക്വാർട്ടർ 72 ആയിട്ടുണ്ട്. EPS 3.18 4.55 ആയിട്ട് കൂടിയിട്ടുണ്ട്. പിന്നെ നമ്മള് കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് നമുക്ക് 20% സെയിൽസ് ഗ്രോത്ത് വന്നപ്പം 5% പ്രോഫിറ്റ് ഗ്രോത്ത് വന്നിരിക്കുന്നത്. ഓക്കെ, ഈ കമ്പനി ഓട്ടോ കമ്പോണൻസ് എക്യുപ്മെന്റ്സിന്റെ ഒരു കമ്പനിയാണ്. പക്ഷെ അവരുടെ കോമ്പറ്റീറ്റേഴ്സിനായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്ര ബെറ്റർ ഫണ്ടമെന്റൽ ഒന്നും ആയിട്ട് നമുക്ക് കാണുന്നില്ല. ഓക്കെ, ഇത് ആ സെക്ടറിലുള്ള മൊത്തം ഇഷ്യൂ ഒന്നും അല്ല, ഇവർക്ക് മാത്രമുള്ള ഒരു ഇഷ്യൂ ആണ്. ROC ഒക്കെ കുറഞ്ഞു വരുന്നു എന്നുള്ളത് എന്തുകൊണ്ടാണ് നമുക്ക് കോൺബോർഡ് നമുക്ക് തന്നെ മനസ്സിലാക്കേണ്ടി വരും. പിന്നെ നമ്മൾ ബാലൻസ് ഷീറ്റ് നോക്കുമ്പം ഇക്വിറ്റി ഡൈല്യൂഷൻ ഒന്നുമില്ല. റിസർവ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ക്യാഷ് ഫ്ലോ പ്ലസ് ആണ്. ക്യാഷ് കൺവിൻസിങ് സൈക്കിൾ ഓക്കെ ആയിട്ട് നിൽക്കുന്നു. പ്ലസ് എന്ന് പറയാനില്ല. പിന്നെ പ്രൊമോട്ടർ സ്റ്റേബിൾ ആണ്. മ്യൂച്വൽ ഫണ്ടുകാർ കുറച്ചിട്ടുണ്ട്. FIIs ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂട്ടിയിട്ടുണ്ട്. പബ്ലിക്കിന്റെ കയ്യിൽ സ്റ്റേബിൾ ആണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവരുടെ റേറ്റിംഗ് അവർക്ക് അസൈൻ ചെയ്തിരിക്കുവാണ്. ഓക്കെ, പുതിയ റേറ്റിംഗ് വന്നിട്ടുണ്ട്. അപ്പം ബാക്കി ഫണ്ടമെന്റലും കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നുകൂടെ ജസ്റ്റ് അവരുടെ ഫോൺ കോളൊക്കെ വന്നിട്ടുണ്ട്. നല്ല റിസൾട്ട് ആണ്, പക്ഷേ ഫണ്ടമെന്റൽ അത്ര ഇതല്ല. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഫോൺ കോളിൽ നിന്നും അവരുടെ ഗൈഡൻസ് ഒക്കെ വെച്ചിട്ട് എന്തുകൊണ്ടാണ് ഈ ROC ഒക്കെ താഴെ നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, HDFC AMC നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസം ICICI AMC നല്ല റിസൾട്ട് തന്നിരുന്നു, പക്ഷേ സ്റ്റോക്ക് അത്രത്തോളം ഒരു ഗെയിൻ ഉണ്ടായില്ല. HDFC AMC 1,17,50 കോടി രൂപയാണ് അതിന്റെ മാർക്കറ്റ് ക്യാപ്പ്. 40 ആണ് അതിന്റെ സ്റ്റോക്കിന്റെ PE റേഷ്യോ. പിന്നെ രണ്ടാമത്തെ വലിയ കമ്പനിയാണ്. അവരുടെ ROC 38 41 42 കൂടി വരുന്നു. ROE 29 30 32 കൂടി വരുന്നു. ഫെയർ വാല്യൂ ആണ്. ഇൻഡസ്ട്രി വാല്യൂവിന്റെ ഇൻഡസ്ട്രി PEയുടെ ഈക്വൽ ആയിട്ട് തന്നെ നിൽക്കുന്ന PE റേഷ്യോ ആണ് നിൽക്കുന്നത്. കടം വളരെ കുറവാണ്. ഇൻട്രൻസിക് വാല്യൂ 1,218 കോടിയാണ്. ഓക്കെ, ഇവിടെ ഒരു വ്യത്യാസം നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ICICI AMC 115 ROC എന്ന് കിട്ടും. അതിനൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ HDFC AMC അവരുടെ ഓരോ വർഷത്തെയും പ്രോഫിറ്റ് കാര്യമായിട്ട് അവർ ഡിവിഡൻഡ് പേ ഔട്ട് ഒന്നും കൊടുക്കത്തില്ല. ഡിവിഡൻഡ് പേ ഔട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ 81% അത്രേ കൊടുക്കുള്ളൂ. പക്ഷെ മറ്റൊരു 150% ICICI പേ ഔട്ട് കൊടുക്കുന്നത്. അപ്പം
അവരുടെ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത് ICICIയുടെ വളരെ കുറവാണ്. പക്ഷേ HDFC AMC കുറച്ച് പൈസ ഇപ്പോഴും റിസർവ് ആയിട്ട് കൂടെ വെക്കുന്നുണ്ട്. അതിന്റെയും കൂടെ മുകളിൽ വേണം അവർക്ക് ഈ ROCയും ROയും ഇത് ചെയ്യാനായിട്ട്. പിന്നെ അവരുടെ കുറച്ച് HDFC AMC കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി റിസ്ക് കുറയ്ക്കാനാണ് ആ കമ്പനിയുടെ പോളിസി അതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവരുടെ കുറെ എമൗണ്ടുകൾ ലിക്വിഡ് ഫണ്ടുകളിലും അങ്ങനെയുള്ള അസറ്റുകളിൽ ഉണ്ട്. പക്ഷേ ICICI AMCയുടെ ഭൂരിഭാഗം ഫണ്ടുകളും ഇക്വിറ്റിയിലേക്കാണ് പോകുന്നത്. അതാണ് വരുന്ന ഡിഫറൻസ്. ജസ്റ്റ് അതിനെപ്പറ്റി ഒന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമുക്ക് ക്വാർട്ടർലി റിസൾട്ട് നോക്കാം. 774 കോടിയാണ്, അവിടെ 852 കോടിയാണ് നല്ല ഗ്രോത്ത് ഉണ്ട്. 246 കോടിയിൽ നിന്നും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നല്ല ഗ്രോത്ത് ഉണ്ട്. OPM മാർജിൻ 80-78 ആയിട്ടുണ്ട്. ചെറിയ വ്യത്യാസമുണ്ട്. അതൊരു വലിയ സംഭവമായിട്ട് എടുക്കേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. അതെനിക്കും കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അത് കൂടുതലുള്ളതുകൊണ്ട് തന്നെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് നോക്കണ്ട, നമുക്ക് ഇവിടെ തന്നെ നോക്കിയാൽ മതി. എന്നാലും നെറ്റ് പ്രോഫിറ്റ് 748-838 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. പിന്നെ അവരുടെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് 15%, പ്രോഫിറ്റ് ഗ്രോത്ത് 13% ഉണ്ട്. ഓക്കെ, ഇക്വിറ്റി ഡൈല്യൂഷൻ നടന്നിട്ടുണ്ട്, മാറ്റർ ഓഫ് കൺസേൺ ആണ്. ഓക്കെ, പിന്നെ നമുക്കിവിടെ ക്യാപെക്സിനൊന്നും ആവശ്യം അങ്ങനെ കാര്യമായിട്ട് വരുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അസറ്റ് മാനേജ്മെന്റ് കമ്പനിക്ക് അത്ര വലിയ ക്യാപെക്സിനൊന്നും ആവശ്യമില്ല. ഫാക്ടറികളോ വലിയ ലാൻഡുകളോ ബിൽഡിങ്ങുകളോ ഒന്നും ആവശ്യമില്ലല്ലോ. നല്ല റിസർവ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ നോക്കുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ബാലൻസ് ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് 9,017 കോടി രൂപ റിസർവ് ഉണ്ട്. ഈ റിസർവ് എല്ലാം കൂടെ കുറെ ക്യാഷ് റിസർവ് ആയിട്ടോടെ ഇങ്ങനെ കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് അവരുടെ ROCയിൽ ഒരു പ്രഷർ വരുന്നത്. പിന്നെ നമ്മുടെ റേഷ്യോസ് നോക്കുമ്പോൾ 13 ക്യാഷ് കൺവേർഷൻ സൈക്കിളൊക്കെ വളരെ ബെറ്റർ ആണ്. പ്രൊമോട്ടർ ഹോൾഡിംഗ് സ്റ്റേബിൾ ആണ്. HDFCയുടെ AMC എന്ന് പറയുന്നത് തന്നെ അതിന്റെ ഹോൾഡിംഗ് എന്ന് പറഞ്ഞ ഒരു FIയുടെ ഹോൾഡിംഗ് പോലെ തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ FIIസും ഉണ്ട്. ഓക്കെ, പിന്നെ പബ്ലിക്കിന്റെ കയ്യിലെ ഹോൾഡിംഗ് വളരെ കുറവാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ വളരെ ബെറ്റർ കമ്പനിയാണ്. പിന്നെ ജൂലൈ അവരുടെ ഫോൺ കോളും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അത് നമുക്ക് കേട്ട് നോക്കി വേണം അവരുടെ ഗൈഡൻസും കാര്യങ്ങളൊക്കെ FI27ന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ. റേറ്റിംഗ് ഒക്കെ റീഅഫേംഡ് ആണ്. ഓക്കെ, അതെല്ലാം വളരെ നല്ല കമ്പനിയാണ്. ഓക്കെ, ICICI സെക്യൂരിറ്റീസ് ആണ്. 29,149 കോടി മാർക്കറ്റ് ക്യാപ്പ്, 16 സ്റ്റോക്ക് PE. പിന്നെ അവരുടെ പെർഫോമൻസ് ROCയിൽ പ്രശ്നങ്ങളുണ്ട്. ROEയിൽ നമ്മൾ നോക്കുമ്പോൾ അത്ര നല്ലതായിട്ട് കാണുന്നില്ല, താഴോട്ടാണ്. ഓക്കെ, ഇൻഡസ്ട്രി PEനൊക്കെ താഴെയാണ്. ഓക്കെ, പക്ഷെ ഒക്കെയാണെന്നുണ്ടെങ്കിലും കടമുണ്ട്. പിന്നെ 979 ഇവരുടെ മറ്റേ ഇൻട്രൻസിക് വാല്യൂ. അത് 896 ആണ് അവരുടെ മാർക്കറ്റ് റേറ്റ്. അപ്പം ആ രീതി നോക്കുമ്പോൾ അണ്ടർ വാല്യൂ ആണ്. പക്ഷെ ROCയും ROEയും വളരെ വലിയ കൺസേൺ ആണ് നമുക്ക്. സെയിൽസ് നമുക്ക് നോക്കുമ്പോൾ 1,409 കോടിയിൽ നിന്ന് 1,547 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. 969 കോടിയിൽ നിന്ന് 1,106 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. OPM മാർജിനും ബെറ്റർ ആണ്, 69-71 ആയിട്ടുണ്ട്. പിന്നെ നമ്മള് കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് -1% താഴോട്ടാണ്. പ്രോഫിറ്റ് ഗ്രോത്ത് 4% മൈനസ് ആണ്. എന്തുകൊണ്ടാണ് ROCയിലും ROEയിലും പ്രഷർ വന്നതെന്ന് ഇതിനകത്ത് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ബാലൻസ് ഷീറ്റിൽ റിസർവ് കൂടിയിട്ടുണ്ട്, ബോറോവിങ്സ് അതിൽ കൂടുതൽ കൂടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ അത്ര നല്ല ഇതല്ല. റിസൾട്ട് ബെറ്റർ ആണ്, പക്ഷെ നല്ല ഫിഗേഴ്സ് അല്ല കാണിക്കുന്നത്. അതിന്റെ ബാക്കിയുള്ള ഫിഗേഴ്സ്, ബാലൻസ് ഷീറ്റ് ഫിഗേഴ്സ്. ഓക്കെ, പിന്നെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുമ്പോൾ 74 പ്രൊമോട്ടർ സ്റ്റേബിൾ ആണ്. FI കൂട്ടിയിട്ടുണ്ട്, DI മ്യൂച്വൽ ഫണ്ട് കുറച്ചിട്ടുണ്ട്, പബ്ലിക്കിന്റെ വില കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് HDB ഫിനാൻഷ്യൽ സർവീസ് ആണ്. 62,415 അവരുടെ മാർക്കറ്റ് ക്യാപ്പ്, 22 PE റേഷ്യോ നിൽക്കുന്നു. അവരുടെ ഫണ്ടമെന്റൽ നമ്മൾ നോക്കുമ്പോൾ 9.44, 9.80, 9.0 ROCE അത്ര നല്ല ഫിഗേഴ്സ് തരുന്നില്ല. ROEയും ഇതുപോലെ തന്നെ നല്ല ഫിഗേഴ്സ് തരുന്നില്ല. ഇൻഡസ്ട്രി PE സ്റ്റേബിൾ ആയിട്ട് തന്നെ നിൽക്കുന്ന PE ആണ് ഇപ്പോഴത്തേത്. പെഗ് റേഷ്യോ കൂടുതലാണ്. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഓക്കെ, ഫിനാൻസ് കമ്പനിയാണ്. 937 ഇൻട്രൻസിക് വാല്യൂ, 751 മാർക്കറ്റ് റേറ്റ്. ഓക്കെ, റിസൾട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ 784 കോടിയിൽ നിന്ന് 1,110 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട് 18%, 22 OPM മാർജിൻ കൂടിയിട്ടുണ്ട്. ടോപ്പ് ലൈൻ 4,467 കോടിയിൽ നിന്ന് 4,938 കോടിയായിട്ട് OPM മാർജിനും റവന്യൂവും കൂടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് 12% കൂടി, 28% പ്രോഫിറ്റ്. സെയിൽസ് ഗ്രോത്ത് 12% കൂടി, പ്രോഫിറ്റ് ഗ്രോത്ത് 28% കൂടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാലൻസ് ഷീറ്റ് നോക്കുവാണെങ്കിൽ ഇക്വിറ്റി ഡൈല്യൂഷൻ നടന്നിട്ടുണ്ട്, മാറ്റർ ഓഫ് കൺസേൺ ഉണ്ട്. റിസർവ് കൂടി, ഓക്കെ, കുഴപ്പമില്ല. ബോറോവിങ്സ് കൂടുന്ന ഫിനാൻസ് കമ്പനി സ്വാഭാവികം. ക്യാഷ് ഫ്ലോ മൈനസ് ആവുന്നു, ഒരു മാറ്റമല്ല, ഫിനാൻസ് കമ്പനിയാണ്. പിന്നെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ നോക്കുമ്പോൾ പ്രൊമോട്ടർ സ്റ്റേബിൾ ആണ്, FII കുറച്ചിട്ടുണ്ട്.
DII ചെറുതായിട്ട് കൂട്ടിയിട്ടുണ്ട്, പബ്ലിക്കിന്റെ കയ്യിൽ ചെറിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്നാലും വലിയ ഒരു ഇൻട്രസ്റ്റിംഗ് റിസൾട്ട് ഒന്നും ആയിട്ട് തോന്നുന്നില്ല. ജെനാഫ് സ്മോൾ ഫിനാൻസ് HDB നല്ല റിസൾട്ട് ആണ്, പക്ഷെ അതിന്റെ ഫണ്ടമെന്റൽ അത്ര ബെറ്റർ ആയിട്ട് തോന്നുന്നില്ല. ന്യൂസ് കൂടി കേട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ അനലൈസ് ചെയ്യണം. ഓക്കെ, ജെനാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ് 13.6 അവരുടെ പി റേഷ്യോ. പിന്നെ അവരുടെ ഫണ്ടമെന്റൽ നമ്മൾ നോക്കുവാണെങ്കിൽ 7.80, 8.07, 7.45 ROC കുറച്ച് താഴോട്ടാണ് വരുന്നത്. ROC പ്രഷറുണ്ട്, ROE ഈ പറഞ്ഞ പോലെ പ്രഷറുണ്ട്. പി റേഷ്യോ അണ്ടർ വാല്യൂ ആണ്. 557 ഇൻട്രൻസിക് വാല്യൂ, 488 നിൽക്കുന്നത്. രീതി മാത്രമാണ് ഫണ്ടമെന്റലിൽ നമുക്കൊരു ടോപ്പ് കാണാൻ പറ്റത്തുള്ളൂ. എനിവേ, ഫിനാൻസിംഗിൽ മൈനസ് ആണ്. അവർ അതർ ഇൻകത്തിലാണ് സ്കോർ ചെയ്യുന്നത്. ഫിനാൻസിംഗിൽ 164 കോടി രൂപ മൈനസ് ആണ്. ഇപ്പം മൈനസ് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതർ ഇൻകം ആണ് അവരുടെ ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ അതിലാണ് ആ കമ്പനി പിടിച്ചു നിൽക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ലാഭം കാണിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 102 കോടി 155 കോടിയായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ അതർ ഇൻകം മൈനസ് ആകുന്ന ഒരു നെഗറ്റീവ് ഒന്നും അല്ല, കാരണം ടോപ്പ് ബാങ്കുകൾക്കെല്ലാം, ഈവൻ ICICI, HDFC അടക്കം ടോപ്പ് ബാങ്കുകൾക്കെല്ലാം അതർ ഇൻകം അതർ ഇൻകത്തിലാണ് ഇവരൊക്കെ തേർഡ് പാർട്ടി പ്രൊഡക്ട്സുകളാണ് പിടിച്ചു നിൽക്കുന്നത്. ലോൺ കൊടുക്കുക, ഡിപ്പോസിറ്റ് വാങ്ങിക്കുക, ലോൺ കൊടുക്കുക, അതാണ് അവരുടെ ബിസിനസ്. ആ ബിസിനസ്സിൽ അവര് ഇപ്പോഴും തന്നെ മൈനസ് ആയിരിക്കും. അല്ലെങ്കിൽ നല്ല മഹാരാഷ്ട്ര ബാങ്ക് പോലെ, അല്ലെങ്കിൽ അങ്ങനെ ക്വാളിറ്റിയുള്ള ബാങ്കുകളായിരിക്കണം ഈ രണ്ടിടത്തും. അത് ഫിനാൻസിംഗിലും പ്രോഫിറ്റ്, അതർ ഇൻകത്തിലും പ്രോഫിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന വളരെ ചുരുക്കം ബാങ്കുകളുള്ളൂ. ഓക്കെ, അതുകൊണ്ട് അതൊരു കൺസേൺ ഒന്നും അല്ല ഇതിനകത്ത്. എനിവേ, നമുക്ക് നോക്കുമ്പോൾ ഗ്രോസ് NPA 2.91 എന്ന് 2.39 ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് അത് മാനേജ് ചെയ്യുന്നുണ്ട്. അതുപോലെ നെറ്റ് NPAയും മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത്ര ഈ ഗ്രോസ് NPAയിൽ വന്നിരിക്കുന്ന അത്രയും ഒരു പെർഫോമൻസ് നെറ്റ് NPAയിൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഓക്കെ, പിന്നെ കോമ്പൗണ്ട് സെയിൽസ് ഗ്രോത്ത് 18% സെയിൽസ് കൂടിയപ്പോൾ 18% പ്രോഫിറ്റ് കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. സോ അതൊരു മാറ്റർ ഓഫ് കൺസേൺ തന്നെയാണ്. പിന്നെ നമുക്ക് അവരുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുവാണെങ്കിൽ പ്രൊമോട്ടർ കുറച്ചു, കൂട്ടിയിരിക്കുന്ന മുഴുവൻ പബ്ലിക്കാണ്. ഓക്കെ, വളരെ കോഷ്യസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, HSCL നമുക്ക് തന്നിരിക്കുന്ന ഒരു റിട്ടേൺ കുറച്ച് നാളായിട്ട് എല്ലാവർക്കും അറിയാമായിരിക്കും. ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽ ലിമിറ്റഡ്. ഓക്കെ, 1 ഇയറിൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. 450, 460 എന്നൊക്കെ നമുക്ക് എത്രയാണ്, ഒരു വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇത് 700കളിലോട്ടൊക്കെ മാർക്കറ്റ് കയറി വരുന്നത്. അപ്പം കുറച്ച് നാളായിട്ട് നല്ല റിസൾട്ടും നല്ല പെർഫോമൻസും തരുന്ന കമ്പനിയാണ്. ഓക്കെ, ആ സെക്ടറിൽ വളരെ ചുരുക്കം കമ്പനികളോട് കോമ്പറ്റീഷൻ വളരെ കുറവാണ്. സോ എന്തുകൊണ്ട് ഈ 450 അത് 700 എന്നുള്ളതിന്റെ ഫിഗേഴ്സ് ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്രയും നമ്മൾ പല കമ്പനികളിലെ ഫണ്ടമെന്റൽ പറഞ്ഞു, പക്ഷെ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. 16 നിന്ന് 5 വർഷത്തെ പെർഫോമൻസ് 3 വർഷം കൊണ്ട് 20 ആകുന്നു. ROC ഇപ്പം 22 ആവുന്നു. ഓക്കെ, റിട്ടേൺ ഓൺ ഇക്വിറ്റി 14 നിന്ന് 16 ആവുന്നു, 17 ആവുന്നു. എന്നിട്ടും ഇത്രയും കയറിയിട്ടും ഇൻഡസ്ട്രി പീനെ കഴിഞ്ഞും താഴെ പി റേഷ്യോ നിൽക്കുന്നു. പെഗ് റേഷ്യോ 1 താഴെയാണ്, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്നു. ഇൻട്രൻസിക് വാല്യൂ, ഇങ്ങനെ ഗ്രോത്ത് കൊടുക്കുന്ന ഒരു കമ്പനി ഒരിക്കലും അണ്ടർ വാല്യൂ ആയിട്ട് നിൽക്കുമെന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. സോ ഇൻട്രൻസിക് വാല്യൂ 214, കറന്റ് മാർക്കറ്റ് പ്രൈസ് 681. അങ്ങനത്തെ ഒരു വലിയ കാര്യമൊന്നുമില്ല. 75 നിന്നാണ് 93 ബുക്ക് വാല്യൂ കൂടിയിരിക്കുന്നത്. ഓക്കെ, ടോട്ടൽ റിസൾട്ട് നമ്മൾ നോക്കുമ്പോൾ എല്ലാ തവണത്തെ പോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസൾട്ട് വന്നിട്ടുണ്ട്. 245 കോടിയിൽ നിന്ന് നെറ്റ് പ്രോഫിറ്റ് 288 കോടിയായിട്ട് കൂട്ടിയിട്ടുണ്ട്. 22% OPM മാർജിൻ 20% നിൽക്കുന്നു. അതൊരു വലിയ വിഷയമൊന്നുമല്ല. പിന്നെ 1118 കോടിയിൽ നിന്ന് 1432 കോടി. അപ്പൊ എത്ര സെയിൽസിലെ എത്ര പെർസെന്റേജ് ഓഫ് ഗ്രോത്ത് ആണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം. 28% ഗ്രോത്ത് ആണ്. ആ കമ്പനി കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് കാലങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന നല്ല റിസൾട്ടുകൾ അത് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, പിന്നെ അതിന്റെ ബ്യൂട്ടി നമുക്ക് ഇവിടെ തന്നെ നോക്കി നമുക്ക് മനസ്സിലാവും. അവർ എത്ര വർഷങ്ങളായിട്ട് 2021 കഴിഞ്ഞിട്ട് പിന്നെ അവർ തിരിഞ്ഞു നോക്കേണ്ട വന്നിട്ടില്ല. 130, 156 കോടിയാവുന്നു. 23 FIയില് 399 ആവുന്നു. 24 ഫിനാൻഷ്യൽ ഇയർ 645, 25 ഫിനാൻഷ്യൽ ഇയറിൽ 854, 26 ഫിനാൻഷ്യൽ ഇയറിൽ 962. ഇപ്പോൾ ലാസ്റ്റ് 4 ക്വാർട്ടർ ആയിട്ട് 1005. ഓക്കെ, OPM മാർജിൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ മാനേജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്യാഷ് ഫ്ലോ ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ ആണ്. റേഷ്യോസ് സ്വാഭാവികമായിട്ടും കുറച്ച് കൂടി നിൽക്കുന്നുണ്ട്. പിന്നെ ഇൻവെസ്റ്റേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊമോട്ടർ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു. FII കൂട്ടിക്കൊണ്ടുവരുന്നു, മ്യൂച്വൽ ഫണ്ടുകാർ കൂട്ടിക്കൊണ്ടുവരുന്നു, പബ്ലിക്കിന്റെ കയ്യിൽ കുറഞ്ഞും വരും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇത്രയും നമ്മൾ റിസൾട്ട് ഒക്കെ നോക്കിയതിനകത്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നു എന്ന് കമ്പയർ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള റിസൾട്ട് ആയിരിക്കും HSCLന്റേതാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാ ക്വാർട്ടറുകളിലും നമ്മുടെ 4-5-8 ക്വാർട്ടറുകളായിട്ട്
നമ്മുടെ വാച്ച് ലിസ്റ്റിലുണ്ട്, നമ്മുടെ ഫോക്കസ് ലിസ്റ്റിലുണ്ട്, നമുക്ക് ട്രേഡ് ചെയ്യുന്നുണ്ട്, നമുക്ക് നല്ല റിട്ടേൺ തരുന്നുണ്ട്. എല്ലാം കൊണ്ടും വളരെ നല്ലൊരു പിക്കായിരിക്കും. ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ഗൈഡൻസ് ഒക്കെ ഇത്ര നാളത്തെ ഗൈഡൻസ് പോലെയല്ല, ഇനിയുള്ള ഗൈഡൻസും കാര്യങ്ങളെല്ലാം നമ്മൾ അതുപോലെ തന്നെ നോക്കി മനസ്സിലാക്കേണ്ടതുണ്ട്. റേറ്റിംഗ് അപ്ഡേറ്റ്, റേറ്റിംഗ് ഒന്നും വലിയ വിഷയം പോലും ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്, റീഅഫേം തന്നെയാണ്. ഓക്കെ, നോ പ്രോബ്ലം. പിന്നെ അടുത്തത് HDFC ലൈഫ് ഇൻഷുറൻസ് ആണ്. 1,23,000 കോടി മാർക്കറ്റ് ക്യാപ്പോണ്ട് 62ആണ് PE റേഷ്യോ. പിന്നെ അവരുടെ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ കൂടി ROC ഈ പറഞ്ഞ പോലെ തന്നെ 8 നിന്ന് 7 പിന്നെ അവിടെ നിന്ന് 10 വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട്. റിട്ടേൺ ഓൺ ഇക്വിറ്റിയും അതുപോലെ തന്നെ 10, 11, 11.2 നല്ല രീതിയിൽ പോകുന്നുണ്ട്. PE റേഷ്യോ 62 ആണെന്നുള്ളത് ഒരു വലിയ കൺസേൺ ആവേണ്ട കാര്യമില്ല. ഇൻഡസ്ട്രി PE തന്നെ 70 ഓക്കെ. ഇവരുടെ കോമ്പറ്റീറ്റർ കമ്പനി SBIക്ക് 75 അവരുടെ PE റേഷ്യോ. LIC അത്ര അഗ്രസീവ് ബിസിനസ് അല്ല ഇവരെ പോലെ, അതുകൊണ്ട് തന്നെ PE റേഷ്യോ ഏറ്റവും കുറവാണ്, അതിന് ഫ്ലക്ച്വേഷനും കുറവാണ്. ഓക്കെ. HDFCയുടെ ഇൻട്രൻസിക് വാല്യൂ 85 568 ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ. അപ്പൊ ഇത്രയും നല്ല രീതിയിൽ ROCയും ROE ഒക്കെ ബാലൻസ് ചെയ്ത് പോകുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ഗ്രോത്ത് സ്റ്റോക്കുകൾക്ക് അണ്ടർ വാല്യൂ ആയിട്ട് നിൽക്കാൻ വളരെ ചാൻസ് കുറവാണ്. ഓക്കെ. പ്രോഫിറ്റ് നമ്മൾ നോക്കുമ്പോൾ 439 കോടിയിൽ നിന്ന് 506 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ച് 108 കോടി ഉണ്ടായിരുന്നുള്ളൂ. നോർമലി മാർച്ച് മാസമൊക്കെ നല്ല, അവർ ഹിസ്റ്റോറിക്കലി മാർച്ച് മാസമൊക്കെ കുഴപ്പമില്ലാത്ത ഒരു പെർഫോമൻസ് കൊടുക്കേണ്ടതാണ്, പക്ഷേ പെർഫോമൻസ് മോശമായിരുന്നു. എന്നാൽ ഈ തവണ അത് ഓവർകം ചെയ്തിട്ടുണ്ട്. 506 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 29,463 കോടിയുടെ ടോപ്പ് ലൈൻ സെയിൽസ് വന്നിട്ട് അത് 33,759 കോടി രൂപയായിട്ടുണ്ട്. അത് ഇയർ ഓൺ ഇയറും ക്വാർട്ടർ ഓൺ ക്വാർട്ടറും നല്ല പെർഫോമൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാലൻസ് ഷീറ്റിലോട്ട് നമ്മൾ നോക്കുമ്പോൾ ഇക്വിറ്റി ഡൈലൂഷൻ ഒന്നും കാര്യമായിട്ട് വന്നിട്ടില്ല. റിസർവ് കൂടി, ബോറോവിങ്സ് സംതിങ് കൂടി, അതിന് വലിയ മാറ്റമല്ല. ഇൻവെസ്റ്റേഴ്സിനെ നോക്കുവാണെങ്കിൽ പ്രൊമോട്ടർ സ്റ്റേബിൾ ആണ്. FII കുറച്ചിട്ടുണ്ട്. ആ കുറച്ചിരിക്കുന്ന DI ആണ് വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്നത്. പബ്ലിക് എപ്പോഴും 10 എന്നുള്ള രീതി തന്നെയാണ്. 10 അവർ പെർസെൻറ്റേജ് ഓഫ് സംതിങ് കുറഞ്ഞിട്ടുമുണ്ട്. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇതുവരെയും വന്നിരിക്കുന്ന നല്ല റിസൾട്ടുകൾ. ബാക്കി നാളെ വരുന്ന റിസൾട്ടുകളുമായിട്ട് നാളെ വൈകിട്ട് നമുക്ക് കാണാം. ഗുഡ് നൈറ്റ്.